LinkedIn optimization. So what is about LinkedIn? LinkedIn എന്ന് വെച്ചാൽ ഒരു പ്രൊഫഷണൽ നെറ്റ്വർക്കിംഗ് പ്ലാറ്റ്ഫോമാണ് where users can connect, share experiences and find opportunities. The main benefits of LinkedIn is that first of all it is networking. Like നമ്മളൊരു ഫ്രഷർ ആവുമ്പോൾ ഒരു ജോബ് നോക്കുമ്പോൾ ആയാലും the main thing is to build connection between the professionals. So first thing is networking. LinkedIn will helps to network or connect with professionals. The second point is job search. ഈ ഒരു ലിങ്ക്ഡിൻ പ്രൊഫൈലിലൂടെ അല്ലെങ്കിൽ ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമിലൂടെ നമുക്ക് ജോബ്സ് അസസ് ചെയ്യാനും അപ്ലൈ ചെയ്യാനും സാധിക്കും. ആൻഡ് ദ തേർഡ് പോയിന്റ് ഇസ് സ്കിൽ ഡെവലപ്മെൻറ്റ്. ലിങ്ക്ഡിനിലൂടെ തന്നെ കുറേ ഓൺലൈൻ കോഴ്സസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഓൾസോ നമ്മുടെ സ്കിൽസ് ഷോക്കേസ് ചെയ്യാനും ലിങ്ക്ഡിൻ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ദ ഫോർത്ത് പോയിന്റ് ഈസ് പേഴ്സണൽ ബ്രാൻഡിങ്. ഇറ്റ് മീൻസ് ദാറ്റ് നമ്മുടെ ഒരു പ്രൊഫഷണൽ പ്രൊഫൈൽ ബിൽഡ് ചെയ്ത് കഴിയുമ്പോൾ അതിലൂടെ തന്നെ നമുക്ക് നമ്മുടെ അച്ചീവ്മെൻറ്റ്സ് ഹൈലൈറ്റ് ചെയ്ത് വെക്കാനും നല്ലൊരു പ്രൊഫഷണൽ പ്രൊഫൈൽ ബിൽഡ് ചെയ്ത് വെക്കാനും സാധിക്കും. ആൻഡ് ദ ഫിഫ്ത്ത് പോയിന്റ് ഈസ് ഇൻഡസ്ട്രി ഇൻസൈറ്റ്സ്. സോ ഈ ഒരു ലിങ്ക്ഡിൻ പ്ലാറ്റ്ഫോമിലൂടെ കുറേ പ്രൊഫഷണൽസ് അവരുടെ വ്യൂ പോയിൻറ്റ്സും അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ്സ് കാര്യങ്ങളൊക്കെ അതിൽ പബ്ലിഷ് ചെയ്യും അല്ലെങ്കിൽ അതിൽ ഷെയർ ചെയ്യും. സോ അതിലൂടെ തന്നെ നമുക്കൊരു നല്ലൊരു ഇൻസൈറ്റ്സ് ഇൻഡസ്ട്രീനെ പറ്റിയിട്ട് കിട്ടും. So these are the main benefits for the freshers by using LinkedIn. How to make a powerful LinkedIn profile? എങ്ങനെയാണ് നല്ലൊരു പ്രൊഫഷണൽ ആയിട്ടുള്ള ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക? സോ നമ്മളൊരു ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട മെയിനായിട്ട് ഒരു 6 പോയിൻറ്റ്സുകളുണ്ട്. നമുക്കതിലേക്ക് നോക്കാം. ഓക്കെ, ദ ഫസ്റ്റ് പോയിന്റ് ഈസ് പ്രൊഫൈൽ ഫോട്ടോ ആൻഡ് ബാനർ ടിപ്പ്. ലിങ്ക്ഡിൻ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഫസ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതിൻ്റെ പ്രൊഫൈൽ പിക്കാണ്. ഇറ്റ് ഷുഡ് ബി പ്രൊഫഷണൽ ഫോട്ടോ. ദെൻ നെക്സ്റ്റ് വി വോണ്ട് ടു എൻഷുവർ ദാറ്റ് ബാനർ ലൈക്ക് നമ്മൾ എന്താണോ എന്നുള്ളത് ബാനറിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓർ ഈസിലി നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ പേര്, നമ്മുടെ പ്രൊഫഷൻ ആൻഡ് ഓൾസോ ദ ഒഫീഷ്യൽ മെയിൽ ID ഇത് നമുക്ക് ബാനറിൽ ക്രിയേറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ഇത് ക്രിയേറ്റ് ചെയ്യാനായിട്ട് കുറേ എഡിറ്റിംഗ് ആപ്സിലൂടെയോ അല്ലെങ്കിൽ ക്യാൻവ അങ്ങനത്തെ ആപ്പുകളിലൂടെയൊക്കെ നമുക്ക് ഇങ്ങനെ എഡിറ്റാക്കി വെക്കാൻ പറ്റും. നെക്സ്റ്റ് പോയിന്റ് ഈസ് ഹെഡ്ലൈൻ ദാറ്റ് ഗ്രാബ് അറ്റൻഷൻ. അതായത് നമ്മളൊരു പ്രൊഫഷണൽ ലിങ്ക്ഡിൻ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ടത് പ്രൊഫൈലും ബാനറിനു ശേഷം നമ്മളൊരു ക്രിയേറ്റ് ചെയ്യേണ്ടത് ഒരു ഹെഡ്ലൈൻ ആണ്. ലൈക്ക് ആ ഒരു ഹെഡ്ലൈനിൽ നമ്മൾ എന്താണ് എന്നുള്ളത് അതിലുണ്ടാവണം. ലൈക്ക് ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു ഫങ്ഷനിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യത്തിൽ നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതതിൽ കൊടുക്കാം. ആസ് എ ഫ്രഷ് അങ്ങനെ കൊടുക്കാം. അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ BBA സ്റ്റുഡൻറ്റ് ഓർ MBA സ്റ്റുഡൻറ്റ് അങ്ങനെ പറഞ്ഞിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇപ്പോൾ അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ ആക്കാം, ഒരു HR പ്രൊഫഷണൽ അല്ലെങ്കിൽ MBA പ്രൊഫഷണൽ, BGA ഗ്രാജുവേറ്റ്, BGA കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BGA ഗ്രാജുവേറ്റ്. സോ നമ്മൾ എന്താണോ എന്നുള്ള രീതിക്കായിരിക്കണം നമ്മൾ അവിടെ ഹെഡ്ലൈൻ കൊടുക്കേണ്ടത്. ഇപ്പോൾ ഒരു എക്സ്പീരിയൻസ് ഉള്ള ആളാണെങ്കിൽ നമുക്കിങ്ങനെ കൊടുക്കാം, നമ്മുടെ ഹയസ്റ്റ് ക്വാളിഫിക്കേഷൻ കൊടുക്കാം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഇന്നൊരു ജോബിൽ എക്സ്പീരിയൻസ്ഡ് ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് വേണമെങ്കിൽ കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മളൊരു കരിയർ ഗ്യാപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു ജോബിന് നോക്കുകയാണ് അങ്ങനെ ഉണ്ടെങ്കിൽ അതും നമുക്കവിടെ കൊടുക്കാം. ലൈക്ക് ആക്റ്റീവ്ലി സീക്കിംഗ് HR ഓർ എനി അതർ ഫീൽഡ് അങ്ങനെ നമുക്ക് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. എബൌട്ട് സെക്ഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് അതൊരു ചെറിയൊരു പാരഗ്രാഫായിട്ടോ അല്ലെങ്കിൽ പോയിൻറ്റ്സ് ആയിട്ടോ നിങ്ങൾക്ക് കൊടുക്കാം. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ ഗ്രാജുവേഷൻ ഏത് കഴിഞ്ഞു, ഏത് കംപ്ലീറ്റ് ആയി, നമ്മളിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് കൊടുക്കാം. അല്ലെങ്കിൽ മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മൾ എന്തെങ്കിലും പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. നമ്മൾ വല്ല കോർഡിനേറ്റേഴ്സായിട്ട് എവിടെയെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആഡ് ചെയ്യാം. ആൻഡ് ഓൾസോ സ്കിൽസ്, ഇന്ന പ്രോഗ്രാമിലൂടെ എനിക്ക് ഇന്ന സ്കിൽസ് കിട്ടി, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനത്തെ കോഴ്സ് ചെയ്തുകൊണ്ട് സ്കിൽസ് കിട്ടി, അല്ലെങ്കിൽ നമ്മുടെ ബാക്കിയുള്ള സ്കിൽസ്, ഈ സംഭവങ്ങളൊക്കെ വെച്ചൊന്ന് ആഡ് ചെയ്ത് ഒന്ന് ബ്രീഫായിട്ട് കൊടുക്കുന്നതാണ് എബൌട്ട് സെക്ഷൻ. എബൌട്ട് സെക്ഷനിൽ ഇതുപോലെയാണ് ഉണ്ടാവുക. അതായത് ഒരു ബ്രീഫ് സമ്മറി ആയിരിക്കും, നമ്മൾ പറ്റിയിട്ടുള്ള ഒരു ബ്രീഫ് സമ്മറി ആയിരിക്കും എബൌട്ട് സെക്ഷൻ. ദി അതർ പോയിന്റ് ഈസ് എബൌട്ട് എക്സ്പീരിയൻസ്. ഇപ്പോൾ നമ്മൾ ഫ്രഷർ ആണെങ്കിൽ നമുക്ക് എക്സ്പീരിയൻസ് ആയിട്ട് കൊടുക്കാനായിട്ട് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം. ലൈക്ക് നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കോഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മൾ വല്ല കമ്പ്യൂട്ടർ കോഴ്സസ് ചെയ്ത്, അല്ലെങ്കിൽ നമ്മൾ വല്ല ഇൻറ്റേൺഷിപ്പ് ചെയ്ത്, ഒരു 1 month ഇൻറ്റേൺഷിപ്പ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എക്സ്പീരിയൻസിൻ്റെ ആ ഒരു കോളത്തിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ,
ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഇൻറ്റേൺഷിപ്പ് ചെയ്തു, അപ്പോൾ നമുക്ക് ഇങ്ങനെ കൊടുക്കാം, ലൈക്ക് നമ്മളിങ്ങനെ ഇൻറ്റേൺഷിപ്പ് ചെയ്തു, ഇന്ന പ്ലാറ്റ്ഫോമാണ്, ഈ ഒരു ടൈം തൊട്ട് ആ ഒരു ടൈം വരെയാണ് നമ്മൾ അവിടെ ഇൻറ്റേൺഷിപ്പ് ചെയ്തത്, ഈ ഒരു സ്ഥലത്തായിരുന്നു, ആൻഡ് അതിൻ്റെ ഡീറ്റെയിൽസ് വേണമെങ്കിൽ നമ്മളപ്പോൾ ചെയ്തിട്ടുള്ള നമ്മൾ ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ടാവും ആ ഇൻറ്റേൺഷിപ്പ് ചെയ്യുമ്പോൾ, അത് വേണമെങ്കിൽ അതിൽ പോസ്റ്റ് ചെയ്യാം. ആൻഡ് ഓൾസോ അതിൽ നിന്ന് കിട്ടിയ നമുക്ക് സർട്ടിഫിക്കറ്റ്സോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അതിന് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഡോക്യുമെൻറ്റ്സും നമുക്ക് വേണമെങ്കിൽ അവിടെ പോസ്റ്റ് ചെയ്യാൻ പറ്റും. ദിസ് ഈസ് അബൌട്ട് എക്സ്പീരിയൻസ്. എക്സ്പീരിയൻസ്ഡ് പേഴ്സൺ ആണെങ്കിലും നമുക്ക് സെയിം രീതിക്ക് തന്നെ നമുക്ക് അതിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് എന്താണ് ജോബ്, ഏത് കമ്പനിയിലായിരുന്നു വർക്കിംഗ്, ഫുൾ ടൈം ആണോ പാർട്ട് ടൈം ആണോ, ലൈക്ക് വൈസ്, ആൻഡ് നമ്മൾ എത്ര നാൾ വർക്ക് ചെയ്തു, മന്തും അതുപോലെ ഇയറും കൊടുക്കാൻ പറ്റും. ആൻഡ് പ്ലേസ്, ഡിസ്ട്രിക്റ്റ് ലൈക്ക് വൈസ് കൊടുക്കാൻ പറ്റും. ഓൺ സൈറ്റ് ആയിരുന്നു, ഹൈബ്രിഡ് ആയിരുന്നു, റിമോട്ട് ആയിരുന്നു, അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. ആൻഡ് ഓൾസോ അവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന ഡ്യൂട്ടീസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് അവിടെയും നമുക്ക് കൊടുക്കാൻ പറ്റും. ആൻഡ് ഓൾസോ വല്ല അതിനെ റിലേറ്റ് ചെയ്ത് വരുന്ന വല്ല ഡോക്യുമെൻറ്റ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ വല്ല എക്സ്പീരിയൻസ് സർട്ടിഫിക്കറ്റോ അല്ലെങ്കിൽ ലൈക്ക് അങ്ങനെ എന്തെങ്കിലും നമുക്കതിൽ കൊടുക്കാൻ പറ്റും. ഓക്കെ, ഇനി നെക്സ്റ്റ് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ സ്കിൽസാണ്. നമ്മുടെ ഒരു പ്രൊഫൈൽ എടുത്ത് നോക്കുമ്പോൾ നമുക്ക് ഇന്ന സ്കിൽസൊക്കെ ഉണ്ട്. ഇപ്പോൾ ഏതെങ്കിലും ഒരു കമ്പനി ഒരു ജോബ് പോസ്റ്റ് ചെയ്യാണ്, ആ ജോബ് പോസ്റ്റ് ചെയ്തതിന് ആ ജോബിനെ ബേസ് ചെയ്ത സ്കിൽസ് നമ്മുടെ കയ്യിൽ ഉണ്ടോ എന്ന് പെട്ടെന്ന് അവർക്ക് അറിയാൻ വേണ്ടി നമ്മുടെ പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ അവർക്ക് അറിയാൻ പറ്റും. ലൈക്ക് നമ്മുടെ പ്രൊഫൈലിൻ്റെ അണ്ടറിൽ തന്നെ ആയിട്ട് നമുക്ക് ഒരു 5 സ്കില്ല് ഹൈലൈറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. ആൻഡ് ഓൾസോ നമുക്ക് എത്രത്തോളം സ്കിൽസ് ഉണ്ടോ അതൊക്കെ നമുക്ക് ഈ ഒരു പ്രൊഫൈൽ സെക്ഷനിൽ തന്നെ നമുക്ക് ആഡ് ചെയ്യാനും പറ്റും. ഏതൊരു ജോബിൻ്റെ കാര്യത്തിനായാലും നമ്മൾ URL കൊടുക്കും, ലിങ്ക്ഡിൻ URL കൊടുക്കും. സോ അതിലൂടെ നമ്മുടെ ലിങ്ക്ഡിൻ പ്രൊഫൈൽ അവർക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കും. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കൊരു പ്രൊഫൈൽ ഒരു URL ഉണ്ടാവും, പക്ഷേ അതിൽ കുറച്ച് എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് നമ്പേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമുക്കതൊന്ന് കസ്റ്റമൈസ് ചെയ്ത് വെക്കാൻ പറ്റും. അതിനായിട്ട് നമ്മൾ ഈ ഒരു ഓപ്ഷനാണ് എടുക്കേണ്ടത്. ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് അതിൽ എഡിറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു പേജിലേക്കാണ് അത് പോകുന്നത്. ആൻഡ് ഓൾസോ അവിടെ നമുക്ക് പേഴ്സണലൈസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഇത് ഞാൻ പേഴ്സണലൈസ് ചെയ്ത അല്ലെങ്കിൽ കസ്റ്റമൈസ് ചെയ്ത URL ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ കുറേ നമ്പേഴ്സോ അല്ലെങ്കിൽ കുറേ വേറെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാവും. സോ അത് നിങ്ങൾക്കൊന്ന് ബാക്ക് സ്പേസ് ചെയ്താൽ നിങ്ങളുടെ പേര് വരെ ആക്കിയിട്ട് നിങ്ങൾക്ക് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. So that's all about today's session. Hope you all got some useful insights on optimizing LinkedIn today. Stay tuned. More powerful tricks and tips coming in the next video. Don't forget to like, share and subscribe. Career Talk by Rimi Jan.